സമയം രാത്രി 10 മണി കഴിഞ്ഞിട്ടും ഷഹാന അടുക്കളയിൽ ധൃതി പിടിച്ച് പണിയിലായിരുന്നു. പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വെച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് റൂമിലേക്ക് പോകുമ്പോഴാണ് രാവിലെ ദോശക്കുള്ള മാവ് അരച്ചിട്ടില്ലെന്ന് ഓർത്തത്. അവൾക്കാണെങ്കിൽ കടുത്ത ക്ഷീണം കാരണം ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. മടിയോടുകൂടെ തന്നെ അവൾ ചെന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ച അരി മിക്സിയിലോട്ടിട്ട് വേഗത്തിൽ അരച്ചെടുത്തു. അതുകഴിഞ്ഞ് ഒരു ജഗ് വെള്ളവും എടുത്ത് അടുക്കള വാതിൽ അടച്ച് ലൈറ്റ് ഓഫാക്കി അവൾ ബെഡ്റൂമിലേക്ക് ചെന്നു. മുറിയിലെത്തിയപ്പോൾ ഭർത്താവ് ഫൈസൽ കട്ടിലിൽ കിടന്നുകൊണ്ട് ഫോണിൽ തോണ്ടുകയാണ്. ഷഹാന വെള്ളത്തിന്റെ ജഗ് റൂമിലെ മേശപ്പുറത്ത് കൊണ്ടുവച്ചു. വാതിലടച്ച് ലോക്ക് ചെയ്ത ശേഷം അലമാര തുറന്ന് പഴയ ഒരു നൈറ്റിയും എടുത്ത് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. ഇട്ടിരിക്കുന്ന വിയർത്തു കുതിർന്ന ചുരിദാർ മാറ്റി മേൽ കഴുകി തിരികെ വന്നപ്പോൾ തന്നെ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. അപ്പോഴും ഫൈസൽ ഫോണിൽ തന്നെയായിരുന്നു. ഫ്രണ്ട്സിനോട് ആരോടൊക്കെയോ നല്ല ചാറ്റിങ്ങിലാണ് അവനെന്ന് അവൾക്ക് മനസ്സിലായി. ഇടയ്ക്ക് ചിരിച്ചുകൊണ്ട് വോയിസ് റെക്കോർഡ് അയക്കുന്നത് അവൾ ബാത്റൂമിലേക്ക് കേട്ടിരുന്നു. ഷഹാന അവിടെ നിന്ന് അല്പനേരം ഫൈസലിനെ നോക്കി. എന്നാൽ അവൻ അവളെ ഒന്ന് മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. അവൻ ഫോണിൽ ചാറ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. അവൾ മെല്ലെ അവൻ കിടക്കുന്ന സൈഡിലൂടെ കട്ടിലേക്ക് കയറി കിടന്നു. ശരിക്കു പറഞ്ഞാൽ ഫോണിൽ മുഴുകിയതുകൊണ്ട് അവൾ ആ റൂമിൽ വന്നതുപോലും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൻ. ഷഹാന ഒരിക്കൽ കൂടി അവനെ നോക്കി. പിന്നെ ചുമരിനടുത്തേക്ക് ചെരിഞ്ഞു കിടന്നു. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള അടുക്കളയിലെ ഭാരിച്ച പണി കാരണം കിടക്കേണ്ട താമസം അവളുടെ കണ്ണുകൾ മെല്ലെ അടയാൻ തുടങ്ങി. സുബഹിക്ക് എണീറ്റത് മുതൽ രാത്രിയാവോളം ആ വീട്ടിൽ പിടിപ്പത് പണിയാണ്. ഫൈസലിന്റെ ഉമ്മച്ചി ആ വീട്ടിലുണ്ടെങ്കിലും അവർ അടുക്കളയുടെ പരിസരത്തേക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്കില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാൻ വരും, കഴിച്ചിട്ട് പോകും. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവളെ കുറ്റപ്പെടുത്തും, ഉപദേശിക്കും എന്നല്ലാതെ കഴിച്ച പ്ലേറ്റ് പോലും അവർ കൈക്കൊണ്ട് തൊടാറില്ല. പോരാത്തതിനിപ്പോൾ ഫൈസലിന്റെ പെങ്ങൾ ഷംന വിരുന്നു വന്നിരിക്കുകയാണ്. അളിയൻ ഗൾഫിലായതുകൊണ്ടും അവൾ ഗർഭിണി ആയതുകൊണ്ടും ഇപ്പോൾ 3 മാസത്തിലധികമായി അവൾ ഇവിടെ തന്നെയാണ്. അവളും കൂടെ വന്നപ്പോൾ ഷഹാനയ്ക്ക് കുറച്ചുകൂടെ പണി കൂടി എന്ന് പറയാം. ശരിക്കു പറഞ്ഞ ആ വീട്ടിലെ പണിയെടുക്കുന്ന ഒരു യന്ത്രമായി അവളുടെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഫൈസൽ ഷഹാനയെ കണ്ട് ഇഷ്ടപ്പെട്ട് നിക്കാഹ് കഴിച്ചതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവന് അവളോട് മാനസികമായി വലിയ അടുപ്പമൊന്നുമില്ല. ബാങ്കിലാണ് അവന് ജോലി. രാവിലെ എണീറ്റ് ബാങ്കിൽ പോകും, വൈകിട്ട് ജോലി കഴിഞ്ഞ് വരും. ശേഷം അവന്റെ ഫ്രണ്ട്സിനൊപ്പം പോകും. രാത്രി വന്ന് ഭക്ഷണം കഴിച്ചു കിടക്കും. ഷഹാന ആണെങ്കിൽ ആ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാവർക്കും വെച്ചു വിളമ്പി എല്ലാവരുടെയും തുണി അലക്കിയും മറ്റും ഒരു വേലക്കാരിയെ പോലെ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഫൈസലിന്റെ ചാറ്റിങ്ങും കോളിങ്ങും എല്ലാം കഴിഞ്ഞാണ് അവൻ കിടക്കാറുള്ളത്. നടുവൊടിയുന്ന പണിയും കഴിഞ്ഞ് വന്ന് ഒന്ന് തല ചായ്ക്കാൻ കിടക്കുന്ന ഷഹാനയോട് സംസാരിക്കാനോ അവളുടെ വിഷമം തിരക്കാനോ അവൻ സമയം കണ്ടെത്താറില്ലായിരുന്നു. അന്നും പതിവ് പോലെ ഷഹാന വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞ് കുറെ സമയത്തിനു ശേഷമാണ് അവൻ ഫോൺ മാറ്റിവെച്ച് കിടക്കുന്നത്. അവൻ അവളുടെ അരികിലേക്ക് തിരിഞ്ഞു കിടന്നു. അവളാണെങ്കിൽ ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലായിരുന്നു. ഫൈസൽ അവളുടെ ചുമലിൽ തട്ടി വിളിച്ചപ്പോഴാണ് ആകെ ഒരു വല്ലായ്മയോടെ ഷഹാന കണ്ണുകൾ തുറന്നു. അവൾ അപ്പോഴേക്കും ഉറക്കത്തിന്റെ ക്ഷീണത്തിലായിരുന്നു. എനിക്ക് വയ്യേക്കാ, ഷഹാന ഒട്ടും വയ്യാതെ ഫൈസലിനോട് പറഞ്ഞു. എന്തു പറ്റി, പനിയുണ്ടോ? ഫൈസൽ അതും ചോദിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്ന് തൊട്ടു നോക്കി. ഷഹാനയ്ക്ക് അപ്പോൾ മനസ്സിലാകെ ഒരു വിഷമം തോന്നി. ഈ ഒരൊറ്റ കാര്യത്തിന് വരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പനിച്ചാലും ചത്താലും തിരിഞ്ഞു നോക്കാത്ത ആളാ അവൾ ചിന്തിച്ചു. പക്ഷേ ഫൈസലിനോട് അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുകയാണ് ഇക്ക, ഒന്ന് ഉറങ്ങിക്കോട്ടെ, അവൾ ഒട്ടും വയ്യാത്ത അവസ്ഥയിൽ പറഞ്ഞു. അല്ലെങ്കിലും നിനക്കിത് പതിവുള്ളതാണല്ലോ, വല്ലപ്പോഴും സംസാരിക്കാൻ വരുമ്പോ അപ്പോ തുടങ്ങും നിന്റെ ഒരു വയ്യായ്മ. ചോദിച്ചാ പറയും പണിയെടുത്തിട്ടാണെന്ന്. എന്താ ഈ വീട്ടിൽ ഇത്രക്ക് പണി? രാവിലെ തൊട്ട് രാത്രി വരെ പണിയാണ് പോലും നിനക്ക്. ഈ 8ാം വട്ടത്തിലുള്ള പണിയല്ലേ ആകെയുള്ളൂ, അത് രാവിലെ അങ്ങ് തീർത്തു വെച്ചിട്ട് നിനക്ക് ഫ്രീ ആയിട്ട് ഇരുന്നു കൂടെ? ഇത് ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ കൊണ്ടെത്തിക്കും. രാത്രിയാകുമ്പോൾ ബോധമില്ലാതെ വന്ന് കിടക്കുകയും ചെയ്യും. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നീ എന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന ചിന്തയെങ്കിലും നിനക്കുണ്ടോ? ഫൈസൽ അല്പം ദേഷ്യത്തോടെ ഷഹാനയോട് പറഞ്ഞു. അവൻ പറയുന്നതൊന്നും കേൾക്കാനും മറുപടി പറയാനുമുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല അവൾ അപ്പോൾ. അവന്റെ സംസാരം കേട്ടപ്പോൾ അവളുടെ കണ്ണ് ചെറുതായി നനഞ്ഞു തുടങ്ങിയിരുന്നു. ആരും മനസ്സിലാക്കാനില്ലാതാകുമ്പോഴുള്ള ഒരു പെണ്ണിന്റെ ഏറ്റവും നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവൾ. രാവിലെ എണീറ്റ് ബാങ്കിന്റെ കണക്കിന്റെ ഉള്ളിലോട്ട് പോകുന്നതാ, വൈകിട്ടൊന്ന് വന്ന് കുറച്ചു നേരം ഭാര്യയുടെ കൂടെ ഇരിക്കാമെന്ന് വെച്ചാൽ അതിനും നിനക്ക് സമയമില്ല. പിന്നെ രാത്രി കിടക്കാൻ വന്നു കഴിഞ്ഞാലോ അപ്പോഴും നിനക്ക് വയ്യ. ഏത് സമയം നോക്കിയാലും പണിയോട് പണി. ഫൈസൽ മുകളിലെ ഫാനിലേക്ക് നോക്കി ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു.
അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയും അവൾക്കുണ്ടായിരുന്നില്ല. കണ്ണുകൾ ഇറുക്കി അടച്ചു കിടക്കുകയായിരുന്നെങ്കിലും ഷഹാനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നുകൊണ്ടേയിരുന്നു. ഫൈസൽ എപ്പോഴും അവളോട് ചോദിക്കാറുള്ള ചോദ്യമാണ്, നിനക്കെന്താ ഇവിടെ ഇത്ര പണിയെന്ന്. ചെറിയ വീടാണെങ്കിലും ഫൈസലിന്റെ ഉമ്മച്ചിക്ക് എന്നും അവിടെ തൂക്കുകയും തുടക്കുകയും ചെയ്യണം. വീട് ചെറുതാണെങ്കിലും വലിയ മുറ്റമാണ്. രാവിലെ ആകുമ്പോഴേക്കും മുറ്റം നിറയെ ഇലകൾ വീണു കിടക്കും. അതൊക്കെ അടിച്ചുവാരി ഒരു ഭാഗത്താക്കി വരുമ്പോഴേക്കും തന്നെ ഷഹാനയുടെ നടുപൊടിയും. പിന്നെ മുറ്റത്തെ പുല്ല് പറിച്ച് വൃത്തിയാക്കുകയും വേണം. പോരാത്തതിന് 3 നേരവും വെച്ചുണ്ടാക്കണം. എല്ലാവരുടെയും തുണി അലക്കണം. എന്നിട്ട് അത് ഓരോരുത്തരുടെയും വേറെ വേറെയാക്കി മടക്കി അലമാരയിൽ കൊണ്ടുവെക്കണം. കൂടാതെ ഷംന ഗർഭിണിയായതുകൊണ്ട് തന്നെ അവളെ പ്രത്യേകം ശുശ്രൂഷിക്കണം. ഒരു വീട്ടുവേലക്കാരിയെ പോലെ പെങ്ങളുടെ എല്ലാ പണിയും ചെയ്തു കൊടുക്കണം. രാവിലെ നേരം വെളുത്ത് രാത്രി ആകുവോളമുള്ള അവളുടെ എല്ലാ പണികളും അവൾ ഓർത്തു. ഇതൊന്നും ഇക്കാക്ക് അറിയണ്ടല്ലോ. എന്തൊക്കെ ചെയ്താലും എന്നും കുറ്റപ്പെടുത്തൽ മാത്രം ബാക്കി. തന്റെ നിസ്സഹായ അവസ്ഥയെ ഓർത്ത് കണ്ണു നിറയ്ക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ ചെന്ന് അധിക ദിവസം നിൽക്കാൻ പാടില്ലാത്രേ. ഓരോരോ നിയമങ്ങൾ. ഇനിയിപ്പോ 2 ദിവസം ചെന്ന് നിൽക്കാമെന്ന് വിചാരിച്ചാലും അവിടെ ഉമ്മയില്ല. വാപ്പയുണ്ടെങ്കിലും വാപ്പ എപ്പോഴും കുപ്പിയുടെ പിറകിലാണ്. തന്റെ കാര്യങ്ങളൊന്നും വാപ്പ അന്വേഷിക്കാറുമില്ല. സഹോദരന്മാർ കല്യാണം കഴിച്ച് ഭാര്യയും കുട്ടികളുമായൊക്കെ ജീവിക്കുകയാണ്. വല്ലപ്പോഴും ഒന്ന് ചെല്ലുന്നത് തന്നെ ഇക്കാക്കയുടെ ഭാര്യയ്ക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു വീട്ടിലേക്ക് പിന്നെ എങ്ങനെ പോകാനാണ്? ഒരു ദിവസമെങ്കിലും ചെന്ന് നിൽക്കാൻ കഴിയുമോ? ഇല്ല. ഇക്കാക്കും ഭാര്യയ്ക്കും വാപ്പ അവിടെ നിൽക്കുന്നതിൽ തന്നെ വലിയ താല്പര്യമില്ല. പിന്നെയാണോ ഞാൻ ചെന്ന് നിൽക്കുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സഹിച്ചാണെങ്കിലും ഈ വീട്ടിൽ തന്നെ പൊരുത്തപ്പെട്ടു പോവുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. വിവാഹം കഴിഞ്ഞ നാളുകളിൽ ഫൈസലിനോടൊപ്പമുള്ള അവളുടെ ജീവിതം വലിയ സന്തോഷമുള്ളതായിരുന്നു. എന്നാൽ അവന്റെ ഉമ്മയുടെയും പെങ്ങളുടെയും സ്വഭാവമാണ് അവനെ അത്രത്തോളം മാറ്റിയതെന്ന് ഷഹാനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ഓരോ ഏഷണി പറഞ്ഞുകൊടുത്തും കുറ്റവും കുറവും കണ്ടുപിടിച്ചും അവർ 2 പേരും ഫൈസലിനെ ഷഹാനയ്ക്ക് എതിരാക്കിയെടുത്തു. ഷഹാനയെ പെണ്ണു കാണാൻ വന്ന നാളുകളിൽ എനിക്ക് അവളല്ലാതെ മറ്റൊരു പെണ്ണിനെ നിക്കാഹ് കഴിക്കാൻ കഴിയില്ല, അവളെ മാത്രം മതി എന്ന് പറഞ്ഞവനാണ് ഇക്ക. അത്രയും ഇഷ്ടത്തോടു കൂടിയാണ് ഫൈസൽ ഷഹാനയെ അവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും. എന്നാൽ അതേ ആൾ തന്നെ നിന്നെ കെട്ടണ്ടായിരുന്നു, വേറെ വല്ല പെണ്ണിനെയും നോക്കിയാൽ മതിയായിരുന്നു, കല്യാണം കഴിച്ച് കുടുങ്ങിപ്പോയി എന്നൊക്കെ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം കാരണം ഫൈസലിന്റെ ഉമ്മയും പെങ്ങളും തന്നെയായിരുന്നു. അവൻ മഹർ നൽകി നിക്കാഹ് കഴിച്ച ഭാര്യയാണെങ്കിലും അവകാശങ്ങൾ ഒന്നുമില്ലാത്ത ഒരു വേലക്കാരിയെ പോലെ അവൾ അവിടെ കഴിഞ്ഞു കൂടുകയായിരുന്നു. അണ പൊട്ടി വന്ന സങ്കടം കടിച്ചമർത്തിക്കൊണ്ട് അവൾ ചുമരിനോട് ചേർന്ന് കിടന്നു. എങ്കിലും ആരോടും ഒരു പരാതിയും പരിഭവവും കാണിക്കാതെ അവൾ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷഹാനയ്ക്ക് തീരെ വയ്യായിരുന്നു. തണുപ്പുകാലം വന്നതുകൊണ്ട് തന്നെ ജലദോഷവും ചുമയും പനിയും എല്ലാം ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ടെങ്കിലും ആ വീട്ടിലെ പണിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഒട്ടും വയ്യെങ്കിലും അവൾ പണിയെല്ലാം ഒരു വിധത്തിൽ ഒതുക്കി വെച്ച് കുറച്ചു നേരം ഒന്ന് കിടക്കാമെന്ന് കരുതി മുറിയിൽ കയറി കിടന്നു. പക്ഷേ നിർത്താതെ ചുമ വന്നപ്പോൾ അവൾക്ക് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അടുക്കളയിൽ ചെന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്ത് കുടിക്കാമെന്ന് കരുതി അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഉമ്മച്ചിയും പെങ്ങളും കൂടെ ഫോണിൽ ഫൈസലിനെ വിളിക്കുന്നത് അവൾ കേട്ടത്. ഷംനയ്ക്ക് ബിരിയാണി കഴിക്കാൻ കൊതിയായിട്ട് വിളിക്കുകയാണ്. ഡാ ഫൈസലെ, മോൾക്ക് ബിരിയാണി വേണമെന്ന്, നീ വരുമ്പോ വാങ്ങിയിട്ട് വരണേ, മറക്കരുത്, ഗർഭിണികളുടെ കൊതി വെച്ചോണ്ടിരിക്കാൻ പാടില്ലെന്നാ ഉമ്മച്ചി ഫോണിൽ ഫൈസലിനോട് പറയുകയായിരുന്നു. ബീഫ് ഫ്രൈയും മറ്റു ഐറ്റംസും വാങ്ങാൻ വേറെയും പറയുന്നുണ്ട്. എല്ലാറ്റിനും ഓർഡർ കൊടുത്തു കഴിഞ്ഞ ശേഷം ഉമ്മച്ചി ഫോൺ വെച്ചു. അവൻ വരുമ്പോ കൊണ്ടുവരും മോളെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഉച്ചക്ക് കഴിക്കാൻ തോന്നിയെങ്കിൽ നീ അപ്പോഴേ പറയേണ്ട മോളെ, നമുക്ക് അവനെ കൊണ്ട് ഓർഡർ ചെയ്യിപ്പിക്കാമായിരുന്നല്ലോ, ഉമ്മച്ചി ഷംനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഉമ്മ, ചോറും കറിയും കഴിച്ച് മടുത്തു, പെട്ടെന്നാ ബിരിയാണി തിന്നാൻ കൊതിയായത്, അതാ ഞാൻ പറഞ്ഞത്, ഷംന ഉമ്മച്ചിയോട് പറഞ്ഞു. എന്തായാലും അവൻ വരാൻ നേരമായില്ലേ, ഇപ്പൊ കൊണ്ടുവരും. ഫ്രിഡ്ജിൽ മീൻ ഇരിക്കുന്നത് ഇന്ന് എടുക്കണ്ടെന്ന് ഞാൻ അവളോട് ചെന്ന് പറഞ്ഞോട്ടെ, അതിനി നാളെ കറി വെക്കാം, ഇന്നിപ്പോ നമുക്കിത് പോരെ, ഉമ്മച്ചി ഷംനയോട് ചോദിച്ചു. ആ മതി ഉമ്മച്ചി, മീൻ ഇനി നാളെ ഫ്രൈ ആക്കാം, ഷംന പറഞ്ഞു. ഉമ്മച്ചി അപ്പോൾ അത് പറയാനായി അകത്തിരുന്നു കൊണ്ട് തന്നെ ഷഹാനയെ നീട്ടി വിളിച്ചു. ഷഹാന, ഡീ ഒന്നിങ്ങോട്ട് വന്നേ. ഉമ്മച്ചിയുടെ വിളി ഷഹാന അടുക്കളയിലേക്ക് കേട്ടെങ്കിലും അവൾ തീരെ വയ്യാതെ നിൽക്കുകയായിരുന്നു. ഫൈസലിന്റെ ഉമ്മച്ചിക്കൊരു സ്വഭാവമുണ്ട്, വിളിച്ചിട്ട് കേട്ടില്ലെങ്കിൽ തുടരെ തുടരെ വിളിച്ചും കൊണ്ടേയിരിക്കും. ഒരാൾ വിളി കേൾക്കാതിരുന്നാൽ എന്തു പറ്റിയെന്നോ, ഇനി എവിടെയെങ്കിലും വീണു കിടക്കുകയാണെന്നോ
എന്ന് പോലും ഒന്ന് ചെന്ന് നോക്കില്ല. ഷഹാന വിളി കേൾക്കാതിരുന്നപ്പോൾ അവർ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ അവളെ വിളിച്ചു. കുടിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളത്തിന്റെ ഗ്ലാസ് അടുക്കളയിൽ വെച്ചുകൊണ്ട് ഷഹാന റൂമിനടുത്തേക്ക് ചെന്നു. ആ നീയേ രാത്രിയിലേക്ക് ഇനി മീൻ കൂട്ടാൻ വെക്കാൻ നിൽക്കണ്ട, അത് നാളെ എടുക്കാം. ഇവൾക്ക് നീ ഇനി മീൻ വേണ്ടെന്ന് ഉമ്മച്ചി ഷഹാനയോട് പറഞ്ഞു. ഷഹാന അപ്പോൾ തലയാട്ടിക്കൊണ്ട് തിരികെ പോന്നു. നല്ല കടുത്ത തലവേദന തോന്നിയത് കൊണ്ട് തന്നെ റൂമിൽ ചെന്ന് ഒരു പാരസിറ്റമോൾ എടുത്തു കുടിച്ച് കുറച്ചു നേരം കൂടി തല അമർത്തി പിടിച്ച് അവിടെ കിടന്നു. കുറച്ചു കഴിഞ്ഞ് അവളുടെ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ടാണ് ഷഹാന പെട്ടെന്ന് ഞെട്ടി കണ്ണ് തുറന്നു പോയത്. ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഫൈസലിന്റെ കോളായിരുന്നു. പതിവില്ലാതെ എന്താ ഈ സമയത്തൊരു കോൾ? ഷഹാന സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ആ ഷഹാന, ഞാൻ ഇന്ന് വരാൻ കുറച്ച് ലേറ്റ് ആകും. കമ്പനിക്കാരുടെ കൂടെ ചെറിയൊരു പാർട്ടിക്ക് പോകാനുണ്ട്. ഞാൻ ഉമ്മച്ചിയുടെ ഫോണിലേക്ക് വിളിച്ചു, ഉമ്മച്ചി എടുക്കുന്നില്ല. ഷംനയ്ക്ക് കഴിക്കാൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഡെലിവറി ചെയ്യാൻ വന്ന പയ്യൻ അവിടെ ഗേറ്റിന് പുറത്ത് നിൽപ്പുണ്ട്. ഞാൻ ഉമ്മച്ചിയുടെ നമ്പർ ആയിരുന്നു അവന് കൊടുത്തത്. ഉമ്മച്ചി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീ ചെന്ന് അതൊന്ന് വാങ്ങി വെക്ക്, ഫൈസൽ ഷഹാനയോട് പറഞ്ഞു. ഷഹാനയ്ക്ക് ആകെ ദേഷ്യം വരുന്ന പോലെ തോന്നി. തല പിളർത്തിയെടുക്കുന്ന വേദന തോന്നിയിട്ട് ഒന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും അടുത്ത പണി ഫോണിലൂടെ എത്തി. സ്വന്തം ഭർത്താവൊക്കെയാണ്, പറഞ്ഞിട്ടെന്താ കാര്യം? ഉമ്മച്ചിയോ പെങ്ങളെയോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാത്രമേ എന്നെ വിളിക്കൂ. വലിയ താല്പര്യമില്ലാതെയാണെങ്കിലും ഷഹാന മറുത്തൊന്നും പറയാതെ ശരിയെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ശേഷം റൂമിൽ നിന്ന് ഇറങ്ങി ഉമ്മറ വാതിൽ തുറന്നപ്പോൾ ഗേറ്റിന് പുറത്തായി നിൽക്കുന്ന ഡെലിവറിക്ക് വന്ന പയ്യനെ കണ്ടു. ഷഹാന ഗേറ്റിനടുത്തേക്ക് ചെന്നു. ഫൈസൽ സാറിന്റെ വീടല്ലേ, ഇത് ഇവിടെ തരാൻ പറഞ്ഞതാണ്, ആ പയ്യൻ ഷഹാനയോട് പറഞ്ഞു. അവൾ അപ്പോൾ ഗേറ്റ് തുറന്ന് ആ പൊതി വാങ്ങി. ഗേറ്റ് ഉള്ളിൽ നിന്ന് ലോക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് തുറക്കാൻ കഴിഞ്ഞില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. ഉമ്മച്ചിയുടെ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിച്ചത്. ഫോണ് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും, അതാ. പൈസ ഇക്ക തന്നില്ലേ? അവൾ ചോദിച്ചു. ഓ സാറ് ഗൂഗിൾ പേ ചെയ്തതാണ്. എന്നാ ശരി, ഓക്കെ. അവൻ അത് പറഞ്ഞുകൊണ്ട് തിരികെ പോയി. ഷഹാന ആ പൊതി കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. ഉമ്മച്ചിയെയും ഷംനയെയും അവിടെ നോക്കിയെങ്കിലും അവരെ അവിടെ കണ്ടതേയില്ല. എവിടേക്കെങ്കിലും പോയി കാണും. ആവോ, രണ്ടാളെയും കാണുന്നില്ലല്ലോ, ഷഹാന ഓർത്തു. അപ്പോഴാണ് അടുക്കളപ്പുറത്ത് നിന്ന് രണ്ടുപേരുടെയും സംസാരം കേട്ടത്. ഷഹാന അടുക്കളയുടെ ഗ്രിൽസിനടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും പുറകിലെ പറമ്പിൽ നിന്ന് അയൽവാസിയായ ഖദീജ താത്തയോട് സംസാരിക്കുകയാണ്. വെറുതെ ആവില്ല ഫോൺ എടുക്കാത്തത്, ഫോൺ റൂമിലായിരിക്കും. തന്റെ കുറ്റമായിരിക്കും രണ്ടുപേരും കൂടെ ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഷഹാനയ്ക്ക് അറിയാമായിരുന്നു. എല്ലാവരോടും തന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ശീലമാണ്. ഇനി ഫുഡ് കൊണ്ടുവച്ചിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് കരുതി ഷഹാന അടുക്കളയുടെ ഗ്രിൽസ് തുറന്ന് ഷംനയെ വിളിച്ചു. ഷംന, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഓ കൊണ്ടുവന്നോ? ഇക്ക വന്നോ? അത് ചോദിച്ചുകൊണ്ട് അവൾ അപ്പുറത്തു നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇക്ക വന്നിട്ടൊന്നുമില്ല, ഡെലിവറിക്ക് വന്ന ചെക്കൻ തന്നു പോയതാ, മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഷഹാന അത് പറഞ്ഞുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി. അത് കേട്ടപ്പോൾ ഉമ്മച്ചി സംസാരം മതിയാക്കി ഇങ്ങു പോന്നു. എന്താടി, അവൻ വന്നോ? ഉമ്മച്ചി ഷംനയോട് ചോദിച്ചു. ഇക്ക വന്നിട്ടൊന്നുമില്ലമ്മ, ഡെലിവറിക്ക് വന്ന ചെക്കൻ കൊണ്ടുകൊടുത്തിട്ട് പോയി എന്നാ പറഞ്ഞത്. കറക്റ്റായിട്ട് അവൻ ഈ പൊതി അവളുടെ കയ്യിൽ തന്നെ കൊണ്ടുകൊടുത്തല്ലോ, നാശം പിടിക്കാനായിട്ട്. ഇനിയിപ്പോ പെങ്ങക്ക് ഭക്ഷണം വാങ്ങി തരുന്നതെന്ന് പറഞ്ഞായിരിക്കും അവളുടെ കണ്ണുകടി. അസൂയ മൂത്ത മുതലാവൾ. എന്നിട്ട് ആളെ കാണിക്കാൻ ഒരു പാവം പിടിച്ച കളിയും. പെണ്ണല്ലേ വർഗം. ഞാൻ ഇതിനെ അറിയാതെ വാങ്ങാമെന്നാ കരുതിയത്. സാരമില്ല, എന്തായാലും കൊണ്ടുവന്ന് കൊടുത്തു പോയില്ലേ. മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഉമ്മച്ചി ഷംനയെ അകത്തേക്ക് വിളിച്ചു. അവർ രണ്ടുപേരും അകത്തേക്ക് ചെന്നു. ബിരിയാണി ആയതുകൊണ്ട് തന്നെ വിളമ്പി കൊടുക്കാനൊന്നും ഷഹാനയെ വിളിച്ചില്ല. അല്ലെങ്കിൽ കഴിക്കാനുള്ള പ്ലേറ്റും വെള്ളം കുടിക്കാനുള്ള ഗ്ലാസ് വരെ ഷഹാന എടുത്തു കൊടുക്കണം. ഇത് ഉമ്മയും മോളും കൂടെ അടുക്കളയിൽ നിന്ന് പ്ലേറ്റ് എടുത്തു കൊണ്ടുവന്ന് ബിരിയാണി എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഷഹാന അപ്പോഴൊക്കെ അകത്ത് കിടക്കുകയായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തലവേദന കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ അവൾ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. സമയം നോക്കിയപ്പോൾ രാത്രി 8 കഴിഞ്ഞിട്ടുണ്ട്. ഫൈസലിക്ക് വന്നിട്ടില്ലേ? വന്നാൽ ചായ കൊടുക്കാൻ വേണ്ടി തന്നെ വിളിക്കുമല്ലോ, അവൾ മനസ്സിലോർത്തു. പാർട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് വരാൻ വൈകുമെന്ന് അവൾക്ക് തോന്നി. അപ്പോഴാണ് മുറിയിലെ ബാത്റൂമിൽ നിന്ന് വെള്ളത്തിന്റെ ശബ്ദം അവൾ കേട്ടത്. ഫൈസലിക്ക് വന്നിട്ട് കുളിക്കുകയായിരുന്നു. ഇക്ക വന്നിട്ടുണ്ടല്ലേ, ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് അറിയാഞ്ഞിട്ടായിരിക്കും. ഇനിയിപ്പോ കുളി കഴിഞ്ഞ് വന്ന ചായ വേണ്ടി വരും, അത് കിട്ടാഞ്ഞിട്ട് വെറുതെ ചൂടാവണ്ട. അവൾ മെല്ലെ എണീറ്റ് ഫൈസലിനുള്ള ചായ വെക്കാനായി അടുക്കളയിലേക്ക് ചെന്നു. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഗ്യാസിൽ വെച്ചു. ചായപ്പൊടിയുടെ കുപ്പിയും കയ്യിലെടുത്തുകൊണ്ട് വെള്ളം തിളക്കാനായി അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് ഫൈസലിന്റെ ഉമ്മച്ചി അങ്ങോട്ട് വന്നത്. ഡീ, നീ അവന് ചായ ഉണ്ടാക്കുവാണോ? ഉമ്മച്ചി അവളോട് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു
തിരിഞ്ഞുകൊണ്ട് ഷഹാന ഉമ്മച്ചിയെ നോക്കി. എന്നാ കുറച്ചധികം ചായ ഉണ്ടാക്കിക്കോ, എനിക്കും മോൾക്കും കുറച്ച് കട്ടൻ ചായ വേണം. കുറച്ച് കടുപ്പത്തിൽ ഇരുന്നോട്ടെ, ബിരിയാണി കഴിച്ചിട്ട് ചായ കുടിക്കാൻ തോന്നുകയാ. നീ ഒരു ഫ്ലാസ്കിലാക്കിയിട്ട് ഇങ്ങ് തന്നേക്ക്, ഞങ്ങൾ ആവശ്യത്തിന് എടുത്ത് കുടിച്ചോളാം. ഇപ്പോഴേക്ക് മാത്രം പോരാ, ഇന്നലെ രാത്രി കിടന്നപ്പോഴേക്കും ഷംനയ്ക്ക് ചായ കുടിക്കാൻ തോന്നിയിരുന്നു. പള്ളിയിലുള്ള പെണ്ണുങ്ങൾക്ക് എപ്പോഴാ ഓരോന്നിനും കൂതി വരിക എന്ന് പറയാൻ പറ്റില്ല. നീ വേഗം അതൊന്നും ഉണ്ടാക്കിത്താ, ഞങ്ങൾ ഹാളിലുണ്ട്. ഉമ്മച്ചി ഷഹനയ്ക്ക് ഓർഡർ കൊടുത്തു. അവൾ തലയാട്ടി. പിന്നെ ഷംന കഴിച്ചതിന്റെ ബാക്കി കുറച്ച് ബിരിയാണി ഇരിപ്പുണ്ട്, പൂച്ചയ്ക്ക് കൊടുക്കാൻ വെച്ചതാ. പിന്നെ കരുതി നിനക്ക് വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന്. അതിന് മാത്രമൊന്നുമില്ല, പ്ലേറ്റിന്റെ ഒരു മൂലക്കേ ഉള്ളൂ. നീ അത് വേണമെങ്കിൽ എടുത്തോ, അല്ലെങ്കിൽ അത് കളഞ്ഞിട്ട് പാത്രം അങ്ങ് കഴുകി കമിഴ്ത്തി വെച്ചേക്ക്. കഴിച്ച പാത്രം കിടന്നു ഉണങ്ങുന്നത് നല്ലതല്ല. ഉമ്മച്ചി അവര് കഴിച്ച പാത്രം കഴുകി വെക്കാൻ ഷഹാനയോട് പറഞ്ഞു. കുളി കഴിഞ്ഞ് തോർത്ത് മുറ്റത്തെ അയലിലിട്ട് അടുക്കളയിലേക്ക് കയറുമ്പോൾ അപ്രതീക്ഷിതമായാണ് ഫൈസൽ ഈ സംസാരം കേട്ടത്. അത് കേട്ടതും അവൻ ഒരു നിമിഷം അവിടെ അങ്ങനെ തന്നെ നിന്നു. കാര്യം അവൻ എന്നും ഉമ്മച്ചിയുടെയും പെങ്ങളുടെയും ഭാഗത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. ഷഹാനയോടുള്ളതിനേക്കാൾ സ്നേഹവും അടുപ്പവും ഫൈസലിന് ഉമ്മച്ചിയോടും പെങ്ങളോടും തന്നെയാണുള്ളത്. എന്നാലും ഒരു ജോലിക്കാരിക്ക് ഓർഡർ കൊടുക്കുന്ന പോലെ ഉമ്മച്ചി അവിടെ നിന്ന് പറഞ്ഞിട്ട് പോകുന്നത് കേട്ടപ്പോൾ ഫൈസലിന് പെട്ടെന്ന് എന്തോ ഒരു വല്ലായ്മ തോന്നി. കാര്യം എന്തൊക്കെയാണെങ്കിലും തന്റെ ഭാര്യയല്ലേ, അവര് കഴിച്ചതിന്റെ ബാക്കി വേണമെങ്കിൽ കഴിച്ചോ, അല്ലെങ്കിൽ പൂച്ചക്കിട്ട് കൊടുത്തേക്ക് എന്ന് ഉമ്മച്ചി പറഞ്ഞത് ഫൈസൽ വ്യക്തമായി കേൾക്കുകയും ചെയ്തു. ഒരു നിമിഷം അവൻ അടുക്കളയിലേക്ക് കയറാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഉമ്മച്ചിയുടെ ശബ്ദം വീണ്ടും അവൻ കേട്ടത്. പിന്നെ എടി, നീ നാളത്തെ ഇഡ്ലിക്കുള്ള മാവ് അരച്ചോ? ഉമ്മച്ചി ഷഹാനയോട് ചോദിച്ചു. ഇല്ല, അരയ്ക്കണം, അവള് പറഞ്ഞു. എന്നാലേ അരി അരച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചേക്ക്. നാളെ ഷംനയ്ക്ക് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന മീനില്ലേ, അത് ഫ്രൈ ആക്കിയത് മതി. അവൾക്ക് ഇഡ്ലിയും മീൻ ഫ്രൈയും ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ഗ്രീൻ പീസ് എങ്ങാനും എടുത്ത് വെള്ളത്തിലിട്ടോ, അതുകൊണ്ട് ഒരു കറിയും വെക്കാം, അത് മതി. അത് പറഞ്ഞുകൊണ്ട് ഉമ്മച്ചി അവിടെ നിന്ന് പോയി. ഇതൊക്കെ കേട്ടപ്പോൾ ഫൈസലിന് ആകെ വല്ലായ്മ തോന്നി. ഒരു വേലക്കാരിയോട് പറയുന്ന പോലെ അവർ തന്റെ ഭാര്യയോട്, അവന് ഉമ്മച്ചിയോട് ആകെ ഒരു വെറുപ്പ് തോന്നി. അവൻ നോക്കുമ്പോൾ ഷഹാന പണിയിൽ തന്നെയായിരുന്നു. അവനുള്ള ചായ എടുത്തു കഴിഞ്ഞ ശേഷം ബാക്കി ചായയും ഒരു ഫ്ലാസ്കിലാക്കി അവൾ ഉമ്മച്ചി പറഞ്ഞതുപോലെ ഡൈനിങ് ഹാളിലേക്ക് പോകുന്നത് ഫൈസൽ കണ്ടു. അവിടെ പിടിപ്പത് പണിയുണ്ടെന്ന് ഷഹാന എപ്പോഴും പറയാറുണ്ടായിരുന്നെങ്കിലും ഉമ്മച്ചി ഇങ്ങനെ ഓർഡർ കൊടുത്ത് അവര് കഴിച്ച പ്ലേറ്റ് വരെ കഴുകിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന കാര്യം അവൻ അപ്പോഴാണ് മനസ്സിലായത്. ശരിക്കും ഒരു വേലക്കാരിയോട് പെരുമാറുന്നതിനേക്കാൾ താഴെ രീതിയിലുള്ള ഉമ്മച്ചിയുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഫൈസലിന് ശരിക്കും ഒരു വല്ലായ്മ തോന്നി. അപ്പോഴേക്കും ചായ കൊണ്ടുവച്ച് തിരികെ അടുക്കളയിലേക്ക് വന്നു. ഉമ്മച്ചി പറഞ്ഞ പോലെ ഷഹാന ആ പ്ലേറ്റ് എടുത്തു നോക്കി. അതിൽ ഷംന കഴിച്ചതിന്റെ ബാക്കി കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു. പറയാൻ മാത്രമൊന്നുമില്ല, വളരെ കുറച്ച്. പ്ലേറ്റിന്റെ ഒരു മൂലയ്ക്ക്. അവൾ ആ പ്ലേറ്റിലേക്കൊന്ന് നോക്കി. എന്തോ ഇഷ്ടം തോന്നിയത് കൊണ്ടായിരിക്കണം അവൾ അത് കളയാതെ അതിൽ നിന്ന് ഒരു നുള്ളു ചോറ് വായിൽ വെച്ചു. അവൾ അതെടുത്ത് വായിൽ വെക്കുന്നത് കണ്ടതും ഫൈസലിന് ആകെ സങ്കടം വന്നു പോയി. അവൻ അവളെ ഒന്ന് നോക്കി. അവൾ അതിൽ നിന്ന് ഒരു നുള്ളു ചോറ് കൂടെ എടുത്ത് വീണ്ടും വായിൽ വെച്ചു. അവൾ ചുമക്കുന്നതും കൂടി കണ്ടപ്പോൾ ഫൈസലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. തന്റെ ഭാര്യയ്ക്ക് വീട്ടിൽ കൊടുക്കുന്ന സ്ഥാനം എത്രയാണെന്ന് അവൻ ഓർത്തു. വലിയ സാമ്പത്തികമുള്ള വീട്ടിലെ കുട്ടിയൊന്നും ആയിരിക്കില്ല അവൾ. പക്ഷേ എനിക്ക് ജോലി ഉള്ളിടത്തോളം കാലം മറ്റൊരാളുടെ എച്ചിൽ കഴിക്കേണ്ട ഗതികേട് അവൾക്ക് വരാൻ പാടില്ല. അവൻ ഓരോന്നോർത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. മുൻവശത്തുകൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് മുറ്റത്തുണ്ടായിരുന്ന ഒരു കല്ലിൽ അവന്റെ കാലൊന്ന് മടങ്ങി കുത്തിപ്പോയി. അല്ലാ എന്ന് അവൻ അല്പം വേദനയോടെ പറഞ്ഞു. കാല് പുറകോട്ട് വലിച്ചു നോക്കിയപ്പോൾ കാലിന്റെ തള്ളവിരലും അതിനോടടുത്തുള്ള വിരലും കല്ലിൽ തട്ടി ചെറുതായൊന്ന് മുറിഞ്ഞു. തോലടർന്നു പോയിട്ടുണ്ട്. ഫൈസൽ വിരൽ അമർത്താതെ പതിയെ നടന്ന് ഉമ്മറത്തേക്ക് ചെന്നു. മുറ്റത്ത് നിന്നും അവൻ ഷഹാനയെ വിളിച്ചു. ടിവിയിലെ സീരിയലിന്റെ ശബ്ദം കൊണ്ട് തന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഷഹാന ഫൈസൽ വിളിച്ചത് കേട്ടില്ല. അവൻ ഒന്നുകൂടി വിളിച്ചു. ഡൈനിങ് ഹാളിൽ നിന്ന് ഉമ്മച്ചി അപ്പോൾ ഉമ്മറത്തേക്ക് എത്തി നോക്കി. എന്തു പറ്റിയടാ? ഉമ്മച്ചി അവിടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. കാലൊന്ന് കല്ലിൽ വെച്ച് കുത്തി, ഒരിത്തിരി വെള്ളം എടുത്തു തന്നെ, അവൻ ഉമ്മച്ചിയോട് പറഞ്ഞു. ഷഹന, നീ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഉമ്മച്ചി അവിടെ നിന്നുകൊണ്ട് ഷഹാനയെ നീട്ടി വിളിച്ചു. എന്നിട്ട് വീണ്ടും ടിവിയുടെ മുന്നിലേക്ക് തന്നെ പോയി. എന്താ ഉമ്മച്ചി? അകത്ത് സോഫയിലിരുന്ന് TV കാണുകയായിരുന്ന ഷംന ചോദിച്ചു. ഓ അതോ, അവന്റെ കാൽ ആ കല്ലിലൊന്ന് തട്ടിയതാ, ഉമ്മച്ചി നിസ്സാര മട്ടിൽ ഷംനയോട് പറഞ്ഞു. മറ്റേ സീരിയലിലെ പരസ്യം തീർന്നു കാണും, നീ അതൊന്ന് വെച്ചു നോക്ക്. അതും പറഞ്ഞ് ഉമ്മച്ചിയും ഷംനയും വീണ്ടും
സീരിയലിലേക്ക് തന്നെ പോയി. ഉമ്മറപ്പടിയിൽ കാല് വേദനിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്ന ഫൈസൽ അതെല്ലാം കേട്ടു. തന്റെ കാല് തട്ടി ചോര വന്നു എന്നറിഞ്ഞിട്ടും അവർ അവരുടെ പാട്ടിന് പോയി. എന്തു പറ്റിയതാണെന്ന് പോലും ഉമ്മച്ചി ഒന്ന് വന്നു നോക്കിയില്ല. കാര്യമറിഞ്ഞിട്ടും പെങ്ങളും അങ്ങോട്ടടുത്തില്ല. അപ്പോഴാണ് കാര്യമറിയാതെ ഗ്ലാസ്സിൽ വെള്ളവുമായി ഷഹന അങ്ങോട്ടെത്തിയത്. അവളെ കണ്ടതും ഫൈസൽ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. എന്തു പറ്റിക്കാ? അവൾ വേഗം അവന്റെ അടുക്കലേക്ക് ചെന്ന് ചോദിച്ചു. ഒന്നുമില്ല, ഞാൻ തോർത്ത് അയലിലിട്ട് വരുമ്പോൾ കാലൊന്ന് കല്ലിൽ വെച്ച് കുത്തിപ്പോയി. അയ്യോ, തൊലി ഇളകിയിട്ടുണ്ടല്ലോ. എന്നോട് പറഞ്ഞാ പോരെ, തോർത്ത് ഞാൻ കൊണ്ടിടില്ലേ, എന്തിനാ ഇപ്പോ ഈ ഇരുട്ടത്ത് അങ്ങോട്ട് പോയേ? അവൾ അത് ചോദിച്ചുകൊണ്ട് വേഗം അവനൊപ്പം അവിടെ ഉമ്മറപ്പടിയിലിരുന്നു. കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ്സിലെ വെള്ളം വേഗം അവന് കൊടുത്തു. ഫൈസൽ വേഗം അവളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി കുടിച്ചു. അവൾ അപ്പോൾ അവന്റെ വിരൽ പിടിച്ച് പതിയെ നോക്കുകയായിരുന്നു. തൊലി അടർന്നു പോയിട്ടുണ്ട്. നല്ല വേദനയുണ്ടോ അക്ക? എന്താ ഇപ്പൊ ചെയ്യാ? അവൾ അവനോട് ചോദിച്ചു. അതിന് മാത്രം ഒന്നുമില്ല, കല്ല് തട്ടിയപ്പോ തൊലി ചെറുതായെന്ന് ഇളകിപ്പോയതാ. അവൻ പറഞ്ഞു. കാലനക്കാതെ അങ്ങനെ തന്നെ വെക്ക് കേട്ടോ, ഞാൻ ഇപ്പോ വരാം. അവൾ അതും പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നു. കയ്യിൽ ഒരു വെള്ള തുണിയും ഡെറ്റോളിന്റെ ഒരു കുപ്പിയും മരുന്നുമൊക്കെയായി അവൾ തിരികെ വന്നു. എന്നിട്ട് അവിടെ സ്റ്റെപ്പിലിരുന്ന് അവന്റെ കാലെടുത്ത് പതിയെ അവളുടെ മടിയിലേക്ക് വെച്ചു. തുണി കൊണ്ട് ചോര ഒപ്പിയെടുത്തു. അവൻ വിഷമം നിറഞ്ഞ കണ്ണുകളോടെ ഷഹാനയെ തന്നെ നോക്കുകയായിരുന്നു. അവൾ പെട്ടെന്നൊന്ന് തല പൊക്കി അവനെ നോക്കി. ഫൈസലിന്റെ കണ്ണു നിറഞ്ഞത് കണ്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമായി. കണ്ണു നിറഞ്ഞിട്ടുണ്ടല്ലോ ഇക്ക, നല്ല വേദനയുണ്ടല്ലേ, ഹോസ്പിറ്റലിൽ പോകണോ? ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഏയ്, അതിന് മാത്രമൊന്നുമില്ല, നീ ആ തുണി വെച്ച് കെട്ടിക്കോ, അവൻ അവളോട് പറഞ്ഞു. വാസ്തവത്തിൽ കാലിന്റെ മുറിവിലെ വേദന കൊണ്ടായിരുന്നില്ല അവന്റെ കണ്ണ് കലങ്ങിയത്. ഷഹാന പെങ്ങളുടെ ബാക്കി ഭക്ഷണം കഴിക്കുന്നത് കണ്ടതുകൊണ്ടായിരുന്നു. അവൾ മുറിവിൽ മരുന്ന് വെച്ച് തീരുന്നത് വരെ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്തോ വല്ലാത്തൊരു ഇഷ്ടവും സഹതാപവും ഒക്കെ അവൻ അവളോട് തോന്നിയിരുന്നു. അപ്പോൾ ഡെറ്റോൾ ഇട്ട് തുടച്ച ശേഷം അവൾ മരുന്നെടുത്ത് പതിയെ ആ മുറിവിൽ വെച്ച് കെട്ടി. കയ്യിലുണ്ടായിരുന്ന ബാക്കി തുണി കീറി 2 വിരലിലും കെട്ടിക്കൊടുത്തു. എത്രയൊക്കെയും ഉമ്മച്ചിയെയും പെങ്ങളെയും സ്നേഹിച്ചാലും ഒരാവശ്യം വരുമ്പോൾ താൻ അവഗണിച്ചു നിർത്തിയ തന്റെ ഭാര്യ മാത്രമേ ഉണ്ടാകൂ എന്ന് അവൻ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. അപ്പോഴേക്കും ഷഹാനയ്ക്ക് പെട്ടെന്ന് ചുമ വന്നു. അവൾ നിർത്താതെ ചുമക്കാൻ തുടങ്ങി. എന്തു പറ്റി നിനക്ക്? വയ്യേ? അവൻ അവളോട് ചോദിച്ചു. ചെറിയ പനിയുണ്ട്, അവൾ സ്റ്റെപ്പിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. എന്നിട്ടാണോ പറയാതിരുന്നത്? ഫൈസൽ അത് ചോദിച്ചുകൊണ്ട് സ്റ്റെപ്പിൽ നിന്ന് എഴുന്നേറ്റു. ഷഹാൻ അപ്പോൾ അവന്റെ കയ്യിലൊന്ന് പിടിച്ചു. അവൾ പറഞ്ഞു. ഏയ്, കുഴപ്പമൊന്നുമില്ല, നീ വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. ഫൈസൽ അവളുടെ നെറ്റിയിലും കഴുത്തിലും ഒന്ന് തൊട്ടു നോക്കി. പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു അവൾക്ക്. കുറച്ചു കാലങ്ങൾക്ക് ശേഷമായിരുന്നു ഫൈസലിന്റെ ഭാഗത്ത് നിന്ന് ഷഹാനയ്ക്ക് അങ്ങനെ ഒരു സമീപനം കിട്ടിയത്. അവൻ കരുതലോടെ നോക്കിയപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വരുത്തി. എന്നിട്ട് പറഞ്ഞു. അതിനു മാത്രമൊന്നുമില്ല, ഞാൻ പനിയുടെ മരുന്നെടുത്ത് കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും നല്ല ചൂടുണ്ടല്ലോ, വാ ഒന്ന് പോയി നോക്കാം. ഇത്രയും വയ്യാഞ്ഞിട്ടാണോ നീ പറയാതെ വെച്ചുകൊണ്ട് നടക്കുന്നത്? ഷഹാൻ അപ്പോ അവന്റെ കാലിലേക്കൊന്ന് നോക്കി. ഇത് നീ കാര്യമാക്കണ്ട, ചെറിയ മുറിവല്ലേ ഉള്ളൂ, നീ ചെന്ന് റെഡിയാവ്, നമുക്കൊന്ന് പോയി വരാം, അവൻ പറഞ്ഞു. ഷഹാനയ്ക്ക് തീരെ വയ്യാത്തതിനാലും അവൻ നിർബന്ധിച്ചതിനാലും ഒന്ന് പോയി വന്നേക്കാമെന്ന് അവൾക്കും തോന്നി. ഞാൻ എന്നാ ഡ്രസ്സ് മാറ്റിയിട്ട് വരാം, അവൾ അവനോട് പറഞ്ഞു. ചെല്ല്, വേഗം റെഡിയായി വാ. പണ്ടെങ്ങോ തന്നോട് സംസാരിക്കുന്ന അത്രയും കരുതലുള്ള ഫൈസലിക്കായെയാണ് അവൾക്കപ്പോൾ കാണാൻ കഴിഞ്ഞത്. അവൻ അത് പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണു നിറഞ്ഞിരുന്നു. ഫൈസൽ ഓരോന്നൊക്കെ ഓർത്തുകൊണ്ട് ഉമ്മറക്കോലായിൽ തന്നെ നിന്നു. ഉമ്മച്ചിയുടെ സീരിയലിന്റെ ശബ്ദം ഉച്ചത്തിൽ അങ്ങോട്ട് കേട്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വന്നു. കുടുംബത്തുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാൽ തിരിഞ്ഞു നോക്കില്ല, സന്ധ്യയായാൽ തുടങ്ങിക്കോളും, ഒരു നാശം പിടിച്ച സീരിയൽ, ഫൈസൽ പതിയെ പറഞ്ഞു. ശേഷം അവൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്ന് അവന്റെ കാറിന്റെ കീയും പേഴ്സും ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി. അത് കണ്ട ഉമ്മച്ചി കാര്യം എന്താണെന്ന് അറിയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് വന്നു. അപ്പോഴാണ് ഷഹാന പുറത്തേക്ക് വന്നത്. അല്ല, നിങ്ങൾ രണ്ടും കൂടി ഇതെങ്ങോട്ടാ? ഉമ്മച്ചി അവരെ 2 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ പുറത്തേക്കാ, ഇവളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം, അവൻ പറഞ്ഞു. ഡോക്ടറെ കാണിക്കാനോ? അതിനോക്കെന്താ കുഴപ്പം? ഉമ്മച്ചി അവരോട് ചോദിച്ചു. ഉമ്മച്ചിക്ക് എന്താ കണ്ണില്ലേ? അവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, ഒരു വയ്യായികയും ഉമ്മച്ചിക്ക് തോന്നുന്നില്ലേ? പനിച്ചിട്ട് കണ്ണും മുഖവും ഒക്കെ വല്ലാതെ ഇരിക്കുന്നത് കണ്ടില്ലേ? ഫൈസൽ കുറച്ച് ശബ്ദം കനപ്പിച്ചുകൊണ്ട് ഉമ്മച്ചിയോട് പറഞ്ഞു. പനിയോ? ഇവൾക്കോ? ഉമ്മച്ചി കാര്യം അറിയാത്ത ഭാവത്തിൽ അവളെ ഒന്ന് നോക്കി. അവൾക്ക് അങ്ങനെ പനിയൊന്നും വരാത്തതാണല്ലോ, പിന്നെ എന്തു പറ്റി ഇപ്പൊ ഒരു പനി? ഉമ്മച്ചി ഷഹാനയോട് ചോദിച്ചു. അവളും ഒരു മനുഷ്യനല്ലേ ഉമ്മച്ചി, പനി ആരോട് ചോദിച്ചിട്ടൊന്നുമല്ല വരുന്നത്, ആർക്കും എപ്പോ വേണമെങ്കിലും രോഗം വരാം. നീ വന്നേ, ഫൈസൽ ഷഹാനയെ വിളിച്ചു.
അവൻ ഉമ്മച്ചിയോട് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ കാര്യം എന്താണെന്നറിയാതെ ഷഹാന അത്ഭുതത്തോടെ നിൽക്കുകയായിരുന്നു. കാരണം സ്നേഹത്തോടെ അല്ലാതെ ഇന്നേ വരെ ശബ്ദം കനപ്പിച്ച് ഫൈസൽ ഉമ്മച്ചിയോട് പെരുമാറിയിട്ടില്ല. താൻ ഉമ്മച്ചിയെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഫൈസലിക്ക് അത് വകവെക്കാറില്ല. പിന്നെ ഇതിപ്പോ എന്തു പറ്റി? നീ വന്ന് കാറിൽ കയറി, അവൻ അവളോട് പറഞ്ഞു. നീ എന്തിനാടാ ചക്ക എന്നോട് കിടന്ന് തുള്ളിക്കളിക്കുന്നത്? നിന്റെ ഭാര്യയ്ക്ക് പനിയുണ്ടെങ്കിൽ അവള് പറയണം, എന്നാലേ എനിക്കറിയാൻ പറ്റൂ. അല്ലാതെ ഞാൻ നിന്റെ ഭാര്യയെ തൊട്ടു നോക്കി പനിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയില്ല. ഇനി എങ്ങനെ പനി ഉണ്ടെങ്കിൽ തന്നെ ഒരു ഗുളിക എടുത്ത് കഴിച്ച് ഒരു മൂലയ്ക്ക് കിടന്നാ പോരെ? അതിന് നീ ഈ രാത്രി സമയത്ത് അവളെയും കൊണ്ട് പോകണോ? ഉമ്മച്ചി ഫൈസലിനെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഉമ്മച്ചിക്ക് ചെറിയൊരു തുമ്മലും ജലദോഷവും വന്നു എന്ന് പറഞ്ഞപ്പോ തന്നെ പോയിരുന്നില്ലേ ഹോസ്പിറ്റലിലേക്ക്? ഏതെങ്കിലും മരുന്ന് എടുത്ത് കഴിച്ച് ഉമ്മച്ചിക്കൊരു മൂലയ്ക്ക് കിടന്നാ പോരായിരുന്നോ? എന്തേ ഉമ്മച്ചിക്ക് കിടക്കാൻ മാത്രം ഈ വീട്ടിൽ മൂലയില്ലേ? ഉമ്മച്ചിക്ക് കിടക്കാൻ വയ്യാതായ അയ്യോ ഇവിടെ വേദന അവിടെ വേദന, എണീക്കാൻ വയ്യ, തല പൊക്കാൻ വയ്യ എന്നൊക്കെയാണല്ലോ. ഷഹാനയ്ക്ക് ഇത്രയും പനി പിടിച്ചു കിടന്നിട്ടും അത് ഉമ്മച്ചിക്ക് നിസ്സാരമല്ലേ? നടക്കില്ല ഉമ്മച്ചി, ഒരു റെസ്റ്റ് ഇല്ലാതെ പണിയും എടുപ്പിച്ച് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇവളെന്റെ ഭാര്യയാ. ഞാൻ ഇവളോട് വലിയ അടുപ്പമോ സ്നേഹമോ ഒന്നും കാണിക്കുന്നില്ലെന്ന് കരുതി നിങ്ങൾ അത് മുതലെടുക്കാൻ നിൽക്കരുത്. ഞാനല്ലാതെ വേറെ ആരാ പിന്നെ ഇവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ? ഫൈസൽ അതും പറഞ്ഞു കൊണ്ടുപോയി കാർ സ്റ്റാർട്ടാക്കി. ഷഹാന ഒന്നും പറയാതെ തല താഴ്ത്തി ചെന്ന് കാറിൽ കയറി. അവൾ കയറി കഴിഞ്ഞ ശേഷം ഫൈസൽ ഡോറ് വലിച്ചടച്ചു. കാർ ഗേറ്റ് കടന്നു പോയി. എന്താ ഉമ്മച്ചി പ്രശ്നം? ഷംന അപ്പോഴാണ് അങ്ങോട്ട് വന്നത്. ആർക്കറിയാം, അവൾക്ക് പനിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ എന്റെ നേരെ ചാട്ടത്തിന് വരികയായി. ദേ ചാടിക്കളി കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അവൾക്ക് പനിക്കുന്നുണ്ടെങ്കിലേ അവൻ കൊണ്ടുപോട്ടെ, അതിന് എന്റെ നേരെ ചാടുന്നത് എന്തിനാ? എനിക്ക് അവന്റെ ഭാര്യയുടെ പനി നോക്കി നടക്കലല്ലേ പണി. എന്തേലും ആവട്ടെ, പോയിട്ട് വരട്ടെ, ഉമ്മച്ചി പറഞ്ഞു. ഉമ്മച്ചി ഇവിടെ വന്നിരിക്ക്, ഷംന പറഞ്ഞു. രണ്ടുപേരും പിറുപിറുത്തുകൊണ്ട് അകത്തേക്ക് കയറി. അതേസമയം ഫൈസലിനോടൊപ്പം കാറിൽ പോകുമ്പോൾ ഷഹാന ഒന്നും പറയാതെ അങ്ങനെ തന്നെ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. ഫൈസലിന് എന്താണ് പെട്ടെന്ന് സംഭവിച്ചതെന്ന് മാത്രം ഷഹാനയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഉമ്മച്ചിയുടെയും പെങ്ങളുടെയും ഭാഗം മാത്രം പറയുന്ന ഫൈസലിക്ക ഇന്ന് തനിക്ക് വേണ്ടി ഉമ്മച്ചിയോട് ശബ്ദമെടുത്തു. കാര്യം മനസ്സിലാകാതെ അവൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൈസലിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. കാറിൽ വെച്ച് ഫൈസൽ ഷഹാനയോട് ഒന്നും സംസാരിച്ചതേയില്ല. എങ്കിലും അവന്റെ മനസ്സാകെ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു. പെങ്ങൾ കഴിച്ചതിന്റെ എച്ചിൽ ഭക്ഷണം കഴിക്കുന്ന ഷഹാനയുടെ രംഗം മനസ്സിലേക്ക് ഓടി വന്നപ്പോൾ ഡ്രൈവിങ്ങിനിടയിലും അവന്റെ കണ്ണുകൾ ഒരു നിമിഷം അടഞ്ഞുപോയി. അവൾക്ക് എന്തെങ്കിലും വേണമോ എന്നോ എന്തിനോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് പോലും ഞാൻ ചോദിക്കാറില്ല. നല്ലത് ഏതെങ്കിലും കഴിക്കാൻ ചിലപ്പോൾ കൊതിച്ചിരിക്കാം. ഒന്നും ഇതുവരെയും അവൾക്കായി വാങ്ങി നൽകിയിട്ടില്ല, എവിടെയും കൊണ്ടുപോകാറുമില്ല. പാവം. എന്നിട്ടും അവൾ എന്നെ സ്നേഹിച്ചിട്ടേയുള്ളൂ. താനായിട്ട് കണ്ടിഷ്ടപ്പെട്ട് നിക്കാഹ് കഴിച്ച കുട്ടിയാണ്. നല്ലൊരു ജീവിതം ആഗ്രഹിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചതും. ശരിക്കു പറഞ്ഞ തനിക്ക് അവളോട് ഇതുവരെ ഒരു ഇഷ്ടക്കുറവും ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ കാണിച്ചിരുന്ന ശ്രദ്ധയും സ്നേഹവും ഒന്നും പിന്നീട് താൻ അവളുടെ കാര്യത്തിൽ കാണിക്കാൻ വിട്ടുപോയി. ഉമ്മച്ചിയും പെങ്ങളും ചെവിയുടെ 2 തലക്കിൽ നിന്നും പലതും ഊതി തന്നപ്പോൾ ഷഹാനയെ പല കാര്യങ്ങളിലും ഞാൻ അവഗണിക്കാൻ തുടങ്ങിയിരുന്നു എന്നത് ശരിയാണ്. ഉമ്മച്ചിയെയും സഹോദരിയെയും വെച്ച് നോക്കുമ്പോൾ ഭാര്യ തനിക്കെന്നും 2ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. പക്ഷെ അവർ ഇവളോട് ഇത്രത്തോളം മോശമായി പെരുമാറുന്ന കാര്യമൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ആകെ കൂടെ എന്തോ പോലെ തോന്നിച്ച ഫൈസൽ ഒന്നും മിണ്ടാതെ തന്നെ കാറ് ഡ്രൈവ് ചെയ്തു. ഫൈസലിന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഡോക്ടറുണ്ട്. അവിടെ ചെന്ന് ഷഹാനയെ കാണിച്ചു. ഡോക്ടർ 5 ദിവസത്തേക്ക് മരുന്ന് എഴുതി, ഒപ്പം നല്ല റെസ്റ്റും വേണമെന്ന് പറഞ്ഞു. ക്ലിനിക്കിന് തൊട്ട് മുൻപുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അവർ ചെന്ന് മരുന്ന് വാങ്ങി. നല്ല പനിയും ചുമയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ 5 വിധം മരുന്നുണ്ടായിരുന്നു. അത് വാങ്ങി പൈസ കൊടുത്തു കഴിഞ്ഞ് അവർ വീണ്ടും കാറിൽ കയറി. കാർ സ്റ്റാർട്ടാക്കിയ ഫൈസൽ കാർ വീട്ടിലേക്ക് തിരിക്കേണ്ടതിന് പകരം ടൗൺ റോഡിലേക്ക് എടുത്തു. കാർ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഷഹാന ഒന്ന് റോഡിലേക്ക് നോക്കി. എന്താ ഇക്ക ഇതിലെ പോകുന്നത്? അവൾ ഫൈസലിനെ നോക്കി ചോദിച്ചു. എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു 5 മിനിറ്റ്, അവൻ പറഞ്ഞു. ഷഹാന ശരിയെന്ന് തലയാട്ടി. 5 മിനിറ്റ് പോയി കഴിഞ്ഞപ്പോൾ ടൗണിനോട് അടുത്തുള്ള വലിയ റെസ്റ്റോറന്റിന് മുന്നിൽ ഫൈസലിന്റെ കാർ നിർത്തി. അവൻ കാറിൽ നിന്ന് ഇറങ്ങി ഡോർ അടച്ച ശേഷം ഷഹാന ഇരിക്കുന്ന ഭാഗത്ത് വന്നു. അവിടെ ഇരിക്ക്, ഇപ്പൊ വരാട്ടോ, ഫൈസൽ ഷഹാനയോട് പറഞ്ഞു. വേഗം വരില്ലേ? അവൾ ചോദിച്ചു. ഒരു 5 മിനിറ്റ്, ദാ എത്തി. ഫൈസൽ അത് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറന്റിലേക്ക് കയറി.
ഷഹാനയ്ക്ക് അപ്പോൾ മനസ്സിൽ എത്രയോ ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഇക്ക എന്നോട് വളരെ കരുതലോടെ പെരുമാറുന്നു. തനിക്കായി സംസാരിക്കുന്ന ഫൈസലിക്കായെ തിരിച്ചു കിട്ടിയ പോലെ അവൾക്ക് തോന്നി. അവൾ റോഡിലേക്ക് നോക്കിക്കൊണ്ട് കാറിൽ അങ്ങനെ ഇരുന്നു. ഫൈസലിന്റെ പെരുമാറ്റത്തിൽ വന്ന വലിയ മാറ്റം ഓർത്തുകൊണ്ട് അവൾ ഇരുന്നു. അല്പനേരം കൊണ്ട് തന്നെ ഫൈസൽ തിരികെ വന്നു. കാറിൽ കയറി. ഷഹാന നോക്കുമ്പോൾ അവന്റെ കയ്യിൽ വലിയൊരു കവർ ഉണ്ടായിരുന്നു. അവൻ ആ കവർ അവളുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. അതിലെന്താണെന്നറിയാതെ അവൾ കവറിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ബിരിയാണിയാണ്, ഫൈസൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഷഹാന അപ്പോൾ എന്തു പറയണമെന്നറിയാതെ അവനെ ഒന്നുകൂടെ നോക്കി. പിന്നെ ചോദിച്ചു, ഇതാർക്കാ? ഉമ്മച്ചിക്കും ഷംനാക്കും ആണോ? അവൾ അത് ചോദിച്ചപ്പോൾ ഫൈസലിന്റെ മുഖം ഒന്ന് വാടി. ഉമ്മച്ചിക്കും ഷംനാക്കും ഒന്നും അല്ല, നിനക്കാണ്. നിന്നെയും കൂട്ടി ഹോട്ടലിൽ പോയിരുന്ന് കഴിക്കാമെന്നാ വിചാരിച്ചത്. പക്ഷെ നിനക്കിപ്പോ വയ്യാതിരിക്കുവല്ലേ, നമുക്ക് പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് കഴിക്കാം. ഇപ്പോ വീട്ടിൽ കൊണ്ടുപോകാം. ഇത് കഴിച്ചിട്ട് ഡോക്ടർ തന്ന മരുന്ന് കൂടി കുടിച്ച് നന്നായിട്ടൊന്ന് മൂടി പുതച്ച് കിടന്നാ മതി. പനിയൊക്കെ മാറിക്കോളും. ഫൈസൽ വളരെ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. ഫൈസലിന്റെ സംസാരം കേട്ടപ്പോൾ ഷഹാനയുടെ കണ്ണ് നിറഞ്ഞു വന്നെങ്കിലും അവൾ അവളുടെ സങ്കടത്തെ അടക്കി പിടിക്കാൻ ശ്രമിച്ചു. നിനക്കിഷ്ടമല്ല ബിരിയാണി? ഫൈസൽ അവളോട് ചോദിച്ചു. ആ, എനിക്കിഷ്ടാണ്, അവൾ മെല്ലെ പറഞ്ഞു. ഉമ്മച്ചി ഇന്ന് ബിരിയാണി വേണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ 3 ബിരിയാണി ഓർഡർ ചെയ്ത് കൊടുത്തയച്ചതാ. നിനക്കും ഉമ്മച്ചിക്കും അവൾക്കും കൂടിയാ അത് വാങ്ങിയത്. പക്ഷെ അവരത് എന്തുകൊണ്ട് നിനക്ക് തന്നില്ല എന്ന് എനിക്കറിയില്ല. ഇത്തിരി മര്യാദയുള്ളവരായിരുന്നുവെങ്കിൽ അവർ 2 പേരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിന്നെ വിളിക്കാതിരിക്കുമോ? ഉമ്മച്ചിയുടെയും പെങ്ങളുടെയും അധികാരം കാണിച്ച് ആ ഭക്ഷണം മുഴുവൻ അവരെടുത്ത് കഴിക്കുമ്പോൾ അതിനേക്കാൾ അധികാരം എന്റെ പൈസയിൽ ഞാൻ വാങ്ങിക്കൊടുത്തയക്കുന്ന സാധനത്തിലും നിനക്കുണ്ടെന്ന് അവർ ഓർത്തു കാണില്ല. അവരെന്റെ ഉമ്മച്ചിയും പെങ്ങളും ഒക്കെ ആണെങ്കിൽ നീ എന്റെ ഭാര്യയുമാണ്, അല്ലാതെ അവരുടെ വേലക്കാരിയല്ല. അല്ലെങ്കിൽ ചില തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് നല്ലതാ. ഇന്ന് എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രസവിച്ച ഉമ്മയാണെങ്കിലും കൂടെ പിറന്ന പെങ്ങളാണെങ്കിലും അവരുടെ മനസ്സ് ഇങ്ങനെയാണെന്ന് ഇതുവരെ എനിക്കറിയില്ലായിരുന്നു. ഒരു വീട്ടിൽ 3 പേരുള്ളപ്പോൾ അതിൽ 2 പേര് മാത്രം വയറു നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് മറ്റൊരാൾക്ക് എച്ചില് കൊടുക്കുന്നത് എവിടുത്തെ മര്യാദയാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിൽ അത്രയും ദുഷിപ്പുള്ളവർക്കേ അങ്ങനെ പെരുമാറാൻ കഴിയൂ. ആ ഉമ്മച്ചിയുടെ മോനാണെങ്കിലും ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആ ഒരു സ്വഭാവം ഞാൻ പഠിച്ചിട്ടുമില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു അപരിചിതൻ കയറി വന്നാൽ പോലും ഞാൻ അയാളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കും. അത് വെച്ച് നോക്കുമ്പോ ഇത്... ഫൈസലിന്റെ മുഖം ആകെ വലിഞ്ഞു മുറുകി. ദേഷ്യം അടക്കാനായി അവൻ കാറിന്റെ സ്റ്റിയറിംഗിൽ 2-3 തവണ അടിച്ചു. ഫൈസൽ പറയുന്നതൊക്കെ കേട്ട് അവന്റെ കണ്ണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഷഹാന. അവനോട് എന്ത് പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അവളുടെ 2 കണ്ണുകളും നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരു വിതുമ്പലോടെ അവൾ അവളുടെ കരച്ചിൽ അമർത്തി പിടിച്ചു. വിഷമം തോന്നിയില്ല ഷഹാന, നിനക്ക് അവർ അങ്ങനെ ചെയ്തപ്പോൾ? ഫൈസൽ വിഷമത്തോടെ ചോദിച്ചു. അവൾ അപ്പോൾ അവനെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉമ്മച്ചിയും അവളും പലപ്പോഴും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. ആദ്യമൊക്കെ വിഷമം തോന്നുന്നുണ്ടായിരുന്നു, ഒത്തിരി കരഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ അതൊക്കെ ഒരു ശീലമായി. അവൾ ഉള്ളിലെ സങ്കടം അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കറിയില്ലായിരുന്നു ഷഹാന, അവിടുത്തെ പണികളൊക്കെ എടുക്കുന്നു, പിന്നെ നിന്റെ കാര്യങ്ങളുമായി ഒതുങ്ങിക്കൂടുന്നു എന്നല്ലാതെ അവരുടെ ബാക്കി ഭക്ഷണമൊക്കെ നിനക്ക് കഴിക്കാൻ എറിഞ്ഞിട്ട് തരുന്നത് എനിക്കറിയില്ലായിരുന്നു. നിന്നെ ദ്രോഹിക്കാനും വേലക്കാരിയായി പണിയെടുപ്പിക്കാനും ഞാൻ അവരുടെ പക്ഷം പിടിച്ചതാണെന്ന് നീ വിചാരിക്കരുത്. ഇന്ന് നേരിൽ കണ്ടപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഇതൊക്കെയും? ഫൈസൽ അവളോട് ചോദിച്ചു. ഷഹാന മറുപടി ഒരു ചിരിയിൽ ഒതുക്കിക്കൊണ്ട് അവളുടെ കണ്ണ് തുടച്ചു. അതിനി പറഞ്ഞാലും ഇക്ക വിശ്വസിക്കുമോ? നേരിട്ട് കണ്ടതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത്. അവന്റെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഫൈസലിന് അറിയാമായിരുന്നു. ഇനി മുതൽ നീ അവർക്ക് അടിമപ്പണി എടുത്തു കൊടുക്കേണ്ട. അവര് ഭക്ഷണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് വേണ്ടതൊക്കെ നിനക്കും പറയാം. അവർക്കൊക്കെ ഉള്ളതിനേക്കാൾ അവകാശം എന്നോട് പറയുന്നതിൽ നിനക്കുണ്ടെന്ന് ഓർക്കണം. ഞാൻ നിന്റെ ഇക്കായല്ലേ ഷംന, അവളെ കല്യാണം കഴിച്ചയച്ചതാണ്. അവൾ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് കരുതി നീ അവളുടെ ജോലിക്കാരിയായി നിൽക്കേണ്ട ആവശ്യമില്ല. അവളും ഉമ്മച്ചിയും പറയുന്ന പോലെ ചായയും വെള്ളവും ഒക്കെ ചൂടാക്കി അവരുടെ കയ്യിൽ കൊണ്ടുകൊടുക്കേണ്ട ഒരാവശ്യവും നിനക്കില്ല. അതൊന്നും ചെയ്യാൻ പറ്റാത്ത വിധം കൈക്കോ കാലിനോ ഒരസുഖവും അവിടെ ഉമ്മച്ചിക്കും അവൾക്കും ഇല്ല. അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. ഒക്കെ കൂടി കണ്ടിട്ട് എനിക്ക് ഫൈസലിന്റെ കണ്ണിലും വെള്ളം നിറഞ്ഞു വന്നു. ദേഷ്യമില്ല നിനക്കെന്നോട്? ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരുന്നതിന്? ഫൈസൽ ഷഹാനയെ നോക്കി വിഷമത്തോടെ ചോദിച്ചു. ഇല്ല, ഇക്കയോട് എനിക്ക് എന്നും ഇഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ വിഷമം തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ ഇക്ക എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന്. ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 ദിവസം എന്റെ
വീട്ടിലും പോയേനെ. അങ്ങോട്ട് കയറി ചെന്ന വാപ്പയും ആങ്ങളെയും ഒന്നും എന്നെ നോക്കാറില്ല. ശരിക്കു പറഞ്ഞ ഒരു നേരം കയറി ചെല്ലാൻ ഒരിടം പോലും ഇല്ലാത്തവളാണ് ഞാൻ. അവൾ ഫൈസൽ നൽകിയ മഹർമാലയിലേക്കൊന്ന് നോക്കി. ഇക്ക എന്നോട് സ്നേഹം കാണിച്ചില്ലെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും വെറുപ്പിന്റെ ഒരു കണിക പോലും തോന്നിയിട്ടില്ല എനിക്ക്. ഇതുവരെ ഈ നിക്കാഹിന്റെ ബന്ധം എനിക്ക് തരുന്ന സുരക്ഷിതത്വം എത്രയാണെന്ന് അറിയാമോ? ആരുമില്ലാത്തവളായി പോയല്ലേ എന്ന് പലപ്പോഴും മനസ്സ് പറയുമെങ്കിലും ഇക്ക കെട്ടിത്തന്ന ഈ ബന്ധം ഓർക്കുമ്പോൾ ധൈര്യമാണ്. ഈ കുറഞ്ഞ കാലം കൊണ്ട് ഉമ്മച്ചി കുറെ ദ്രോഹിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ പോകാതിരുന്നത് ഇക്കയെ ഓർത്ത് മാത്രമാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇക്ക ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് തോന്നും. ഇക്ക ഒന്ന് ദേഷ്യപ്പെടാൻ വേണ്ടിയെങ്കിലും ഞാൻ അവിടെ വേണമെന്ന് തോന്നും. ഇക്കയ്ക്ക് ഒരു വയ്യായിക വന്നാൽ നോക്കാനെങ്കിലും ഞാൻ അവിടെ വേണ്ടേ? അതൊക്കെ ഓർത്തിട്ടാ അവർ അത്ര മോശമായി പെരുമാറിയിട്ട് പോലും ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നത്. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറുന്നുണ്ടായിരുന്നു. അവൾ അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ ഫൈസൽ അവളെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു. എനിക്ക് മനസ്സിലാകും മോളെ, ഇന്ന് തന്നെ കണ്ടില്ലേ എന്റെ കാലൊന്ന് വെച്ച് കുത്തിയപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാനും മുറിവിലൊന്ന് മരുന്ന് വെച്ച് തരാനും നീ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. മറ്റവരാരും ഒന്ന് വന്നു പോലും നോക്കിയില്ല. ഞാനാണ് പലതും തിരിച്ചറിയാൻ വൈകിയത്. ഇക്ക ഉണ്ടാവും നിനക്ക് കൂട്ടിന്. ആര് ചവിട്ടി താഴ്ത്തിയാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. പനി മാറട്ടെ, ഞാൻ ബാങ്ക് കോച്ചിങ്ങിന് PSCക്കോ നിന്നെ ചേർക്കാം. രാവിലെ പോയിട്ട് വൈകിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും ഞാനും ജോലി കഴിഞ്ഞ് അങ്ങ് എത്തുമല്ലോ. വെറുതെ അവിടെ കിടന്ന് രാവന്തിയോളം പണിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യം നിനക്കില്ല. അതിന് ഞാൻ സമ്മതിക്കുകയുമില്ല. ഷംന അവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടതൊക്കെ ഉമ്മച്ചി ചെയ്തു കൊടുക്കട്ടെ. ഉമ്മച്ചിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ഇരുന്ന് സീരിയൽ കാണാനും നാട്ടുകാരുടെ കുറ്റം പറയാനും കഴിയുമെങ്കിൽ സ്വന്തം മോളുടെ പ്രസവ കാര്യങ്ങൾ നോക്കാനും ഉമ്മച്ചിക്ക് കഴിയും. ഇക്ക പനി മാറിയിട്ട് എന്തെങ്കിലും കോച്ചിങ് സെന്ററിൽ ചേർക്കാം. ഇനി അവർ എന്തെങ്കിലും തടസ്സം പറയുകയാണെങ്കിൽ ഞാൻ മറുപടി കൊടുത്തോളാം. ആരുമില്ലെന്ന് വിചാരിക്കണ്ട, ഞാനില്ലേ നിനക്ക്, ഫൈസൽ അവളോട് പറഞ്ഞു. ഫൈസലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഷഹാന അവളുടെ വിഷമങ്ങളൊക്കെ മറന്നുപോയി. ഫൈസൽ ചോദിച്ചു. ഷഹാന സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. അല്പനേരം കഴിഞ്ഞ് കാർ ഫൈസലിന്റെ വീടിന് മുന്നിൽ വന്ന് നിന്നു. അവർ അകത്തേക്ക് കയറി പോകുമ്പോൾ ഉമ്മച്ചിയും ഷംനയും സീരിയലിൽ ലയിച്ച് ഡെയിലി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടറുടെ അടുത്ത് പോയ കാര്യങ്ങളെപ്പറ്റി അവർ രണ്ടുപേരും ഫൈസലിനോടോ ഷഹാനയോടോ ഒന്നും ചോദിച്ചില്ല. ഫൈസൽ ഒന്നും പറയാൻ നിൽക്കാതെ റൂമിലേക്ക് കയറിപ്പോയി. ഷഹാന അപ്പോൾ അലമാര തുറന്ന് മാറാനുള്ള ഡ്രസ്സ് എടുത്തു. ഡ്രസ്സൊക്കെ പിന്നെ മാറാം, നീ ഇവിടെ ഇരിക്കും. ഫൈസൽ അവളെ അവിടെ കട്ടിലിരുത്തി. എന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്ന പൊതി തുറന്നു. ബിരിയാണിയും ചിക്കന്റെ തന്നെ 3 ഐറ്റംസ് വേറെയും ഉണ്ടായിരുന്നു. ഇത് കുറെ ഉണ്ടല്ലേ ഇക്ക, ഇത്രയൊക്കെ വാങ്ങിയിരുന്നോ? ഷഹാന അവനെ നോക്കി. നിനക്കിഷ്ടമുള്ള അത്ര കഴിച്ചോ, കുറച്ച് ഞാനും കഴിക്കാം. ഫൈസൽ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല പനിയുള്ളത് കൊണ്ട് ചോറും കഞ്ഞിയും ഒന്നും കുടിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉമ്മച്ചി അവളുടെ ബാക്കി തന്നപ്പോൾ അല്പം എടുത്ത് വായിൽ വെച്ച് നോക്കിയത്. എരിവുള്ളത് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്ന പോലെ ഉണ്ടായിരുന്നു. ഷഹാന സൗമ്യമായി അവനോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ നമ്മൾ ഇത് വാങ്ങിയത്. നിനക്ക് വേണ്ട അത്രയും കഴിച്ചോ. ഇനി ഒരു ഹോട്ടൽ മുഴുവൻ വേണമെങ്കിലും അതും ഞാൻ വാങ്ങിച്ചു തരും. ഫൈസൽ സ്നേഹത്തോടെ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷമായിരുന്നു ഫൈസൽ ഷഹാനയുടെ ഒരു തെളിഞ്ഞ ചിരി കാണുന്നത്. അത് കണ്ടപ്പോൾ അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ശേഷം രണ്ടുപേരും അവിടെ ഇരുന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. ഷഹാന നന്നായി ഭക്ഷണം കഴിച്ചു. അവൾ കൈ കഴുകി വരുമ്പോഴേക്കും ഫൈസൽ പൊതിയിൽ നിന്നും മരുന്നെടുത്ത് പൊട്ടിച്ചു വെച്ചിരുന്നു. അവൻ മരുന്നും ഗ്ലാസ്സിൽ വെള്ളവും അവളുടെ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവളെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ചു. ഷഹാന അപ്പോഴൊക്കെയും സ്നേഹത്തോടെ അവനെ നോക്കി. ശേഷം ഷഹാന ഡ്രസ്സ് മാറി വന്നു കിടന്നു. ഫൈസൽ അപ്പോൾ അലമാര തുറന്ന് നല്ലൊരു പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. എന്നിട്ട് അവന്റെ ഫോൺ മാറ്റി വെച്ചുകൊണ്ട് അവളുടെ അരികിലായി കിടന്നു. ഇനി എന്റെ മോൾ സുഖമായി കണ്ണടച്ച് കിടന്നുറങ്ങിക്കോ. ഒന്ന് ഉറങ്ങി നീക്കുമ്പോഴേക്കും ഈ പനിയൊക്കെ അങ്ങ് വിട്ടിട്ടുണ്ടാവും. ഫൈസൽ വളരെ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു. ഷഹാന മനസ്സ് നിറഞ്ഞ സമാധാനത്തോടെ കണ്ണുകൾ മെല്ലെ അടച്ചു. അവൾക്ക് അന്നോളം തോന്നിയിട്ടില്ലാത്ത ഒരു സുരക്ഷിതത്വവും സമാധാനവും അവിടെ അനുഭവപ്പെട്ടു. കുറെ അവഗണിക്കുകയും വഴക്കു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവൾ തന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഫൈസൽ അപ്പോൾ തിരിച്ചറിയുകയായിരുന്നു. ഇനി ആരുടെയും അടിമ ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. മറ്റെല്ലാ ബന്ധങ്ങൾക്കും അപ്പുറത്താണ് ഇവളെന്ന് ഫൈസൽ മനസ്സിൽ ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ നാളിൽ ഷഹാനയ്ക്ക് വിശേഷം ഉണ്ടായപ്പോൾ അത് 3-ാം മാസത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഷഹാനയ്ക്ക് വീണ്ടും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഒരു കുഞ്ഞിനെ കുറിച്ച് താൻ പിന്നെ ചിന്തിച്ചിട്ടില്ല. ഇനി അത് പോരാ, എനിക്കൊരു കുഞ്ഞിനെ വേണം. എന്റെ ഷഹാനയ്ക്കൊപ്പം നന്നായി ജീവിച്ചു തുടങ്ങണം. ഉമ്മയില്ലാത്ത വിഷമം ഇന്ന് അവൾ പറഞ്ഞു. ഇനി ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. കൊടുക്കാവുന്ന അത്രയും സന്തോഷം അവൾക്ക് കൊടുക്കണം. ഫൈസൽ മനസ്സിൽ വിചാരിച്ചു. തന്റെ ഭർത്താവിന്റെ സാമീപ്യത്തിൽ ഷഹാന അപ്പോഴേക്കും സമാധാനത്തോടെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട്